നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് ഒരു അഫെയർ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അതിൻ്റെ എവിഡൻസ് കിട്ടി. അത് അവരുടെ ഡയറി വായിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫോണിൽ എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതോ എന്തെങ്കിലും കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഫോൺ നോക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഒരു പ്രൈവസി ഉണ്ടാവില്ലല്ലോ, ഞാൻ ഇന്നെ എങ്ങനെ വിശ്വസിക്കും എന്ന് പറഞ്ഞ് നേരെ അവർ ചെയ്ത ഒരു തെറ്റ്, അതായത് കമ്മിറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച് വേറൊരു റിലേഷനിലായിട്ട് അവർ ചെയ്ത തെറ്റ് നിങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസിക് നാർസിസിസ്റ്റിക് ഗ്യാസ് ലൈറ്റിംഗ് ബിഹേവിയറാണ്. അതിന് ജെൻഡർ ഇല്ല, ആണിനും ചെയ്യാം പെണ്ണിനും ചെയ്യാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ആണ് നിങ്ങളെങ്കിൽ ഒരിക്കലും അവരോട് ക്ഷമിച്ച് അത് മുന്നോട്ട് പോകാതിരിക്കാൻ നോക്കുക. നിങ്ങൾ ഉടനെ തന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. പക്ഷെ പല സമയത്തും നമുക്ക് സ്നേഹം കൊണ്ടും നമ്മൾ വർഷങ്ങളായിട്ട് അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ടും നമുക്കത് പറ്റില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ വേണ്ടി ഉള്ളൊരു റിലേഷൻഷിപ്പ് ആവാൻ സാധ്യതയുള്ളൊരു ബന്ധത്തിലായിരിക്കും നിങ്ങളുള്ളത്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.